കനത്ത മഴയിൽ കണ്ണൂർ താവക്കരയിലെ 30ഓളം വീടുകളിൽ വെള്ളം കയറി. ഫയർഫോഴ്സ് എത്തി ആളുകളെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കുന്നു. അവിടെ ഫെലിക്സ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഒരു കുടുംബം ഇപ്പോഴും വിമുഖത കാണിച്ച് തുടരുക തന്നെയാണോ? കാരണം ഈ ഫയർഫോഴ്സ് ജീവനക്കാർ മറ്റൊരു കുടുംബത്തെ രക്ഷിച്ച ശേഷം മറ്റ് പ്രദേശങ്ങളിൽ സഹായം വേണ്ടിടത്തേക്ക് അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ പ്രായമായവരടക്കമുള്ളവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക? മൊത്തം അറിയില്ല, അവരോട് പരമാവധി ഇറങ്ങാൻ പറഞ്ഞു, പക്ഷെ അവർ ഇറങ്ങിയില്ല. മാത്രമല്ല ഫയർഫോഴ്സ് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. നമ്മൾ അവരോടൊപ്പം കൊണ്ടുള്ളത്. അപ്പോൾ ഇത് ഈ പ്രദേശത്തും, അതായത് താവക്കരയിൽ തന്നെ മറ്റൊരു സ്ഥലമാണ്. ഇവിടെയും ഇപ്പോൾ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ശബ്ദം വളരെ കുറവാണ്, ഒന്ന് മൈക്ക് ചേർത്ത് പിടിച്ചാൽ മേഖലയിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് തോന്നുന്നു. ഇപ്പോൾ ഏതായാലും നേരത്തെ ഉള്ള സ്ഥലത്തല്ല, അവിടെ നിന്ന് മാറി താവക്കരയിലെ മറ്റൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പോകുന്നത്. ഇവിടെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയ നിലയാണ്. അപ്പോൾ ഈ പ്രദേശത്തേക്ക് ഫയർഫോഴ്സ് ആളുകളെ പുറത്തേക്ക് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനായി ഫയർഫോഴ്സ് സംഘം പോവുകയാണ്. ഇത് താവക്കരയിലെ മറ്റൊരു ഇടമാണ്, യൂണിവേഴ്സിറ്റിയോട്, കണ്ണൂർ സർവകലാശാലയോട് ചേർന്ന സ്ഥലമാണ്. അവിടെയുള്ള ഇടത്തേക്കാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം പോകുന്നത്. വീടുകളിലേക്ക്, ഈ പ്രദേശത്തെ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പലരും ഒഴിഞ്ഞു മാറി, പക്ഷേ കൂടുതൽ പേർ ഇവിടെ നിന്നും ഒഴിയാനുണ്ട്. അവരെ പുറത്തേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ ഡെങ്കി ബോട്ടുകളിൽ ഈ ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്ഥലത്ത് ആ ഒരു കുടുംബത്തിലെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നില്ല. ഒരു നിലയോളം വെള്ളം കയറി, ഇനി ഒരു നില മുകളിലത്തെ നിലയിലാണ് അവരിപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യമില്ല. പല ഭാഗത്ത് നിർബന്ധിച്ചെങ്കിലും അവർ വരാൻ തയ്യാറായില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ. ഈ താവക്കരയിലെ മറ്റു വീടുകളാണ്. ഈ വീടുകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിശക്തമായ മഴ തുടരുന്നു എന്നതാണ്. അതായത് നേരത്തെ നമ്മൾ രാവിലെ കണ്ടതുപോലെ അല്ല, ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം വീടുകളിലേക്ക് അടക്കം കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക നിലനിൽക്കുന്നത്. പലയിടങ്ങളിലും വലിയ രീതിയിൽ മഴ തുടരുകയാണ്. മഴ തുടരുമ്പോൾ തീർച്ചയായിട്ടും ഈ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളൊക്കെ തന്നെ വെള്ളം കയറുന്നു. ഈ നമ്മൾ പോകുന്ന വഴിക്ക് പലയിടങ്ങളിലും വീടുകളിൽ ആളുകളുണ്ട്. അവരെയൊക്കെ പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ ഫയർഫോഴ്സ് സംഘം കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. നിരവധി പേരെ അവിടെ നിന്നും ഒഴിപ്പിച്ച് ഈ രക്ഷപ്പെടുത്തി പല ബന്ധുവീടുകളിലേക്കും മറ്റും അവരൊക്കെ തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും താവക്കര മേഖലയിൽ ഈ രീതിയിൽ വീടുകളുടെ ഒരു നില മുങ്ങുന്ന രീതിയിലേക്ക് വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഏതായാലും അവിടെയൊക്കെ എത്തി പരമാവധി രക്ഷാപ്രവർത്തനം നടത്തി പരമാവധി വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ നേരത്തെ അവരോട് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ ആദ്യം തയ്യാറായില്ല. അവർ കരുതിയിരുന്നത് വെള്ളം കയറില്ല, ഈ രീതിയിൽ മഴയിൽ വെള്ളം കയറില്ല എന്നതാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ രാവിലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ വെള്ളം കയറുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീടുകളിൽ നിന്നും അവർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ആ ദൗത്യമാണ്. സ്ഥിതി രൂക്ഷമാണ്. ശക്തമായി മഴ ഇനിയും പെയ്താൽ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ തന്നെ പല വീടുകളുടെയും താഴത്തെ നില പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ താമസം സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ജീവനക്കാർ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തി വീടുകളിൽ നിന്നും ഇനി ആരെങ്കിലും അവിടെ താമസമുണ്ട്, ഒഴിഞ്ഞു പോകാനുണ്ടെങ്കിൽ അവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പലരും വിമുഖത കാണിക്കുന്നുണ്ടാവണം. ഒരു കുടുംബത്തിലെ പ്രായമായവരടക്കമുള്ളവർ മാറുന്നില്ല എന്നിപ്പോൾ തന്നെ ഫെലിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇത് കൂടി വരികയാണെന്ന് മനസ്സിലാവുന്നു. ആ സാഹചര്യം ഉണ്ടായാൽ ഒഴിപ്പിക്കൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയതാവും. പ്രളയസമാനമായ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഫെലിക്സ്, ഈ പോകുന്ന വഴിയിലൊക്കെ കിണറുകളും മറ്റും ഉണ്ട് എങ്കിൽ, ഈ ആൾമറയില്ലാത്ത കിണറൊക്കെ ആണെങ്കിൽ അതും ബുദ്ധിമുട്ടാവും. അക്കാര്യത്തിൽ കൂടി ഒരു ജാഗ്രത വേണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് കൃത്യമായി അവർക്ക് വഴിയൊക്കെ കൃത്യമായി അറിയാം. ആ രീതിയിൽ ആ വഴികളൊക്കെ നോക്കി തന്നെയാണ് ഇപ്പോൾ ആളുകൾ പോകുന്നത്. ഫയർഫോഴ്സ് ജീവനക്കാരാണ് അവിടെ ഒഴിഞ്ഞു പോകാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ, രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലങ്ങളിൽ ആരെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ജീവനക്കാർ മുന്നോട്ട് പോവുകയാണ്. മഴ രൂക്ഷമായ മഴക്കെടുതി ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ണൂരിൽ പല ഭാഗങ്ങളിലും. ഇത് താവക്കരയിലാണ്.
സർവകലാശാല, കണ്ണൂർ സർവകലാശാലയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 30ഓളം വീടുകളിൽ വെള്ളം കയറി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഫെലിക്സും സംഘവുമാണ് വിശദാംശങ്ങൾ നമ്മളിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഇപ്പോഴിതാ ഫയർഫോഴ്സ് ജീവനക്കാർ ഒരു വീടിൻ്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഫെലിക്സ്, എന്താണ് വിവരങ്ങൾ? ഇവിടെ ക്വാർട്ടേഴ്സുകളാണ്. ഈ ക്വാർട്ടേഴ്സുകളിൽ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും അടങ്ങുന്ന ധാരാളം പേരുണ്ട്. അവരെയാണ് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നത്. ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും എത്രമാത്രം ഭീകരമാണ് അവസ്ഥ എന്നത്. അതായത് വലിയ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോയിട്ട് നടക്കാൻ കഴിയാത്ത തന്നെ അവസ്ഥയിൽ വീടുകൾക്കുള്ളിലേക്ക്, ക്വാർട്ടേഴ്സാണ്, ആ ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഒക്കെ തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുന്നത്. ഏതായാലും ഇവിടെയുള്ള പരമാവധി പേരെ അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ്.